ഹായ് നമസ്കാരം, ഞാൻ രാകേഷ്. ഇന്ന് ബുധനാഴ്ച ദിവസമാണ്, നമ്മുടെ കമന്റ് സെഷന്റെ ദിവസമാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഏതായാലും ചെയ്യാൻ പറ്റിയില്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം കുറച്ച് വീഡിയോ ഷൂട്ടിന്റെ ഒക്കെ പുറകിലായിപ്പോയി, അതുകൊണ്ടാണ് സമയം കിട്ടാതെ പോയത്. ഏതായാലും എനിക്ക് പ്രധാനമായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതേണ്ടേ നമ്മുടെ ഡൈകാസ്റ്റ് കാർ നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പ്രോഡക്റ്റ് ആണ് ഇത്. ഇതുവരെ ഇതിന്റെ ആൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനൊന്ന് പിൻ ചെയ്തിട്ടേക്കാം. ലൈവ് വീഡിയോക്കകത്ത് വളരെ വ്യക്തമായിട്ട് ആളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ഇടുക, എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക, എന്നാൽ മാത്രം ഞാൻ ഇത് അയച്ചു തരത്തുള്ളൂ. എനിക്കല്ലാതെ വേറെ അയക്കാൻ പറ്റുന്ന ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് അതൊന്ന് അയച്ചേക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഞാൻ ടിയാഗോ വണ്ടിയാണ് എടുത്തത്. അത് ഇന്ന് ജസ്റ്റ് ഒന്ന് തട്ടി വീട്ടിൽ വെച്ച് കാർ ഷെഡിലെ കമ്പിയിൽ റൈറ്റ് സൈഡ് മിറർ പിടിച്ചു പോയി. ബോഡിക്കും ഷെയ്ക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് ഇൻഷുറൻസ് ഒന്ന് റിപ്ലൈ തരാമോ? 100%. ഇത് ശരിക്കും ഏത് വാഹനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വർഷം പറഞ്ഞിട്ടില്ല. പുതിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പുതിയ വാഹനമാണെങ്കിൽ ബമ്പർ ടു ബമ്പർ തന്നെയായിരിക്കും നമ്മുടെ ഇൻഷുറൻസ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിലുള്ളൊരു ഫോട്ടോ, അതായത് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വാഹനം ഒന്ന് തട്ടോ മുട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ടിലെ ഫോട്ടോ, അതായത് വേറെ വാഹനം മാറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെയുള്ള സ്പോട്ട് ഫോട്ടോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻ കേസ് നമുക്ക് ഡോർ തുറക്കാനോ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാറ്റി ഇട്ടേച്ചൊരു ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ എന്നാലും റൈറ്റ് ആ പൊസിഷനിൽ വെച്ച് തന്നെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വേറെ ഒരു പ്രശ്നമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രൂഫാണ്. നമ്മൾ ഈ ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഷുറൻസ് കമ്പനി നമ്മളോട് ചോദിക്കുന്ന സമയത്ത്, അഥവാ നമ്മുടെ ഒരു ക്ലെയിമിന് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ഒരു കാര്യം പ്രൂഫാണ്. അല്ലാതെ ഇപ്പൊ വേറൊരു വാഹനം വന്ന് ഇടിച്ചും പോയി നമ്മൾ ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ അപ്രൂവ് ചെയ്ത് തരത്തില്ല. അങ്ങനെ കിട്ടില്ലെന്നല്ല, പക്ഷേ അതിന്റെ പുറകെ കേസോ കാര്യങ്ങളോ വല്ലതൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ പിന്നെ എൻക്വയറി നടത്തും. ഇതാകുമ്പോൾ എൻക്വയറീസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. ഇനി ഈ രീതിക്ക് കള്ളത്തരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, എനിക്കറിയാം. കാരണം ഞങ്ങൾ അവിടെയാണെങ്കിലും ആ വീടിന്റെ അവിടെ ഇടിച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വേറെ വണ്ടിയുടെ പെയിന്റ് വരെ കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മളിത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ പറ്റിയതാണ്. ഇതൊക്കെ ശരിക്കും ഇൻഷുറൻസ് കമ്പനിയിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഷോറൂമിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് വർഷങ്ങളായിട്ട് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഏറെക്കുറെ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ മാൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് പിടിക്കാത്ത രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ ഈ കള്ളത്തരം കാണിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ഇത് കള്ളത്തരാന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യത്തിനകത്ത് വേറെ പേടിക്കേണ്ട കേസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് സ്പോട്ട് ഫോട്ടോ എടുക്കുക, നേരെ കൊണ്ട് ഇൻഷുറൻസ് ക്ലെയിമിന് കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോറൂം ഏത് സർവീസ് സെന്ററിലാണ് നിങ്ങൾ ചെയ്യുന്നത് ആ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കുക. അവരത് വളരെ കൃത്യമായിട്ട് തന്നെ ക്ലെയിമിൽ പാസ്സാക്കി റെഡിയാക്കി തരുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കാർ ഓൺ ആക്കി മൂവി കാണുന്നത് പ്രോബ്ലം ഉണ്ടോ? ബാറ്ററി പ്രോബ്ലം ഉണ്ടോ? ഇത് ശരിക്കും ഇസൂസുവിന്റെ വീഡിയോയ്ക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു കമന്റ് ആണ്. ഇസൂസു വാഹനത്തിൽ നമുക്ക് കീ ഓൺ ചെയ്തിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ കാണാൻ സാധിക്കത്തില്ല. അത് ശരിക്കും പറയാം സേഫ്റ്റി പർപ്പസിന്റെ ഭാഗമാണ്. നമ്മൾ നിർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചാൽ മാത്രം മൂവി കാണാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അടുത്തൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ട്. എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ടെങ്കിൽ വീഡിയോ കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ വാഹനം ഓടിക്കുന്ന വ്യക്തി ഒഴിച്ച് ബാക്കിയുള്ളൊരു കൺട്രോൾ കുഴപ്പമില്ല. ഓടിക്കുന്ന വ്യക്തി ഇത് ശ്രദ്ധിക്കരുത് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഒരു കാരണവശാലും വാഹനം ഓൺ ആക്കിയിട്ടുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ പാടില്ല. പ്രത്യേകിച്ച് ബാറ്ററി ഡൗൺ ആയിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് മാത്രം വീഡിയോ കാണുക. AC ഓൺ ആക്കിയിടുക, ഫാൻ ഓൺ ആക്കിയിടുക, എന്ത് ചെയ്യാണെങ്കിലും വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് വേണം ചെയ്യാൻ. വെറുതെ പുതിയ ബാറ്ററി ഡ്രെയിൻ ആക്കി കളയരുത്. ഇപ്പം ചിലരെങ്കിലും ചോദിക്കായിരിക്കും ഇത് ഡ്രെയിൻ ആയാൽ എന്നാ പിന്നെ റീചാർജ് ചെയ്ത് എടുത്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രെയിൻ ആക്കാൻ എളുപ്പമാണ്. പക്ഷെ വൺസ് ഇത് ഫുള്ള് ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ ബാറ്ററിയുടെ സെല്ല് വീക്ക് ആകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബാറ്ററി സെല്ല് വീക്ക് ആയി കഴിഞ്ഞാൽ ബാറ്ററിക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലൈന്റ് വരും. അന്നേരം പിന്നെ വാറണ്ടി കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. കയ്യിലെ പൈസ മുടക്കി നമ്മളത് മാറേണ്ടി വരും. ഇൻ കേസ് നല്ല രീതിക്ക് നിങ്ങൾ നോക്കി പോകുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാറ്ററി നല്ല രീതിക്കാണ് നിങ്ങൾ നോക്കി പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബാറ്ററിക്ക് ഒരു 4 അല്ലെങ്കിൽ 5 വർഷം വരെ നിങ്ങൾക്ക് ലൈഫ് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. EV വണ്ടികളിൽ ക്ലച്ച് വരുമോ? ഓട്ടോമാറ്റിക് ആണോ? വിത്തൗട്ട് ഗിയർ ലൈസൻസ് ഉള്ളവർക്ക് ഓടിക്കാൻ പറ്റുമോ? ഞാൻ അൾട്രാ വയലറ്റ് F77 സൂപ്പർ സ്ട്രീറ്റ് ബൈക്കിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോക്ക് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ EV വാഹനത്തിന്റെ ക്ലച്ച് വരുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു മോട്ടർ, നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, ആ മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് ഒരു ട്രാൻസ്ഫർ നടത്തുകയാണ്. അവിടെ വലിയ ലോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഏറ്റവും നല്ലൊരു ഫംഗ്ഷൻ തന്നെയാണ്. അതുകൊണ്ട് ക്ലച്ചിന്റെ കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഓട്ടോമാറ്റിക് വാഹനമാണോ എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. നമുക്ക് ക്ലച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വിത്തൗട്ട് ഗിയർ ലൈസൻസ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും, ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. രാകേഷ് ഏട്ടാ, എന്റെ വണ്ടി സ്വിഫ്റ്റ് VDI 2011 മോഡലാണ്. ടെർബോ കംപ്ലൈന്റ് ആയിരുന്നു. ടെർബോ മാറി, മാനിഫോൾഡ് ഇൻടേക്ക് മാറി, തെർമോസ്റ്റാറ്റ് മാറി, ഓയില് ഡീസൽ ഫിൽട്ടർ മാറി. എന്നിട്ടും പഴയ പവർ ഫീൽ ചെയ്യുന്നില്ല. മേസിരി പറയുന്നത് 2000 കിലോമീറ്റർ ഓടുമ്പോൾ റെഡി ആകുമെന്നാണ്.
എന്താ ചേട്ടാ പ്രശ്നം? പ്ലീസ് റിപ്ലൈ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2011 വാഹനമാണെന്ന് പറയുന്നതല്ലാതെ എത്ര കിലോമീറ്റർ ഓടി എന്ന് പറയുന്നില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിന് ടെർബോ മാറി എന്ന് പറയുന്നുണ്ട്. ടെർബോ കംപ്ലൈന്റ് ആയിരുന്നു, ടെർബോ മാറി. ഓക്കെ, അപ്പൊ ഈ ടെർബോ മാറാനുള്ളൊരു കാരണം എന്താണെന്നുള്ളതൊക്കെ വ്യക്തമാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം ഓയിൽ സർക്കുലേഷൻ കൂടിയിട്ടാണോ, അതോ ഓയിൽ കയറി കത്താൻ തുടങ്ങിയിട്ടാണോ, അതോ ഇമ്പില്ലർ സ്റ്റക്കായി പോയിട്ടാണോ, എന്താണ് പ്രശ്നം എന്നുള്ളത് വ്യക്തമല്ല. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ പവർ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരുവിധം നല്ലൊരു പവർ പെർഫോമൻസ് കിട്ടേണ്ടതാണ്. പിന്നെ അല്ലെങ്കിൽ ഇഞ്ചക്ടേഴ്സിന്റെ, അതായത് നമ്മുടെ ഡീസൽ ഇഞ്ചക്ടേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് ഡീസൽ ഇഞ്ചക്ട് ചെയ്യുന്നില്ലെങ്കിലും പവറിന് പ്രോബ്ലം കാണിക്കും. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പറയുന്ന ടെർബോ ഒക്കെ പ്രശ്നമായത്. അങ്ങനെയാണെങ്കിൽ ഡീസൽ ഇഞ്ചക്ടർ ഒന്ന് കാലിബ്രേറ്റ് ചെയ്തും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. വേറെ എനിക്ക് ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. ഡീസൽ ഫിൽറ്റർ മാറി എന്ന് പറയുന്നുണ്ട്. എയർ ഫിൽറ്റർ ഇവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എയർ ഫിൽറ്റർ മാറി കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇൻ കേസ് എയർ ഫിൽറ്റർ മാറിയിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മാറി വിടുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ വാഹനത്തിന്റെ പെർഫോമൻസ് ഔട്ട്പുട്ട് കിട്ടേണ്ടതാണ്. എഞ്ചിൻ ഓയിലൊക്കെ കൃത്യമായിട്ടുള്ള ഗ്രേഡ് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നതും കൂടെ ഒന്ന് കൺഫേം ആക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മാനിഫോൾഡും കാര്യങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞു. EGR ഒന്ന് ക്ലീൻ ചെയ്ത് ഇന്റർകൂളറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പുള്ളിംഗ് ലെസ് കാണിക്കും. അടുത്തതിലോട്ട് പോകും. ഹലോ ചേട്ടാ, ഞാൻ ഉപയോഗിക്കുന്നത് 2015 മോഡൽ സ്വിഫ്റ്റ് ഡീസൽ വാഹനമാണ്. ഏകദേശം 2000 RPM ആകുമ്പോൾ കറുത്ത പുക നന്നായി പോകുന്നുണ്ട്. വണ്ടി ഇപ്പോൾ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. വർക്ക്ഷോപ്പിൽ കൊടുത്ത് EGR ക്ലീൻ ചെയ്തു, എയർ ഫിൽട്ടർ മാറുകയും ചെയ്തായിരുന്നു, പീരിയോഡിക് സർവീസും ചെയ്തായിരുന്നു. പക്ഷേ അതുപോലെ തന്നെയാണ് കറുത്ത പുക നന്നായി പോകുന്നുണ്ട്. ഒരുപാട് ചിലവ് വരുമോ? കൈൻഡ്ലി കൺസിഡർ. ഓക്കെ, അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ശരിക്കും 2015 മോഡൽ വാഹനമാണ്. വലിയ പഴക്കമില്ല, ഏകദേശം 10 വർഷമായി. ഓക്കെ, ശരി, 2015 മോഡൽ വാഹനമാണ്. എന്നാലും ഇതിനകത്ത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.5 ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു കിലോമീറ്റർ ഒന്നും അല്ല. കൃത്യമായിട്ടുള്ള സർവീസ് ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കത്തില്ലായിരുന്നു. എനിക്കൊന്ന് ഈ വാഹനത്തിന്റെ സർവീസ് ഇടയ്ക്ക് മോശമായിരുന്നു. നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത കിലോമീറ്റർ കൂടെ ഒന്ന് പറയാറുണ്ടെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഏതായാലും ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഇതിനകത്ത് എയർ ഫിൽട്ടർ മാറി എന്ന് പറയുന്നുണ്ട്, പീരിയോഡിക് സർവീസ് പറയുന്നുണ്ട്. പക്ഷേ വേറൊരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡീസൽ ഫിൽട്ടർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം പീരിയോഡിക് സർവീസ് ഏകദേശം 2025 ആകുമ്പോൾ 10 വർഷം. അപ്പൊ ഇതിന് മുമ്പാണ് നിങ്ങൾ ചെയ്തെങ്കിൽ 9ാമത്തെ വർഷത്തെ സർവീസിൽ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാത്രം റീപ്ലേസ്മെന്റ് വരുന്നുള്ളൂ. അവിടെ ഈ പറയുന്ന പോലെ എയർ ഫിൽറ്ററോ ഡീസൽ ഫിൽറ്ററോ കാര്യങ്ങളൊന്നും മാറ്റം വരുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡീസൽ ഫിൽറ്റർ ഒന്ന് മാറി നോക്കാം. ഒന്നാമത്തെ കാര്യം, കരിപ്പുക വരാൻ ഡീസൽ ഫിൽറ്റർ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യമാണ് മെയിൻ കാര്യം, അതായത് ഡീസൽ കൂടുതൽ കൺസ്യൂം ആകുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം കൂടുതൽ ഡീസൽ കൺസ്യൂം ആകുന്നതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ കൂടുതൽ ഡീസൽ കൺസ്യൂം ആകുന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടേഴ്സിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ഡീസൽ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുക, ഡീസൽ ഫിൽറ്റർ ഒന്ന് മാറി വിടുക എന്ന് പറഞ്ഞതിന്റെ കാര്യം. എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ EGR-ഉം ഇന്റർകൂളറും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം EGR-നകത്ത് കാർബണിന്റെ ഡെപ്പോസിറ്റ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഇന്റർകൂളർ ബ്ലോക്ക്ഡ് ആണ്, എയർ സക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ടെർബോ വഴി എയർ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന പോലെ നല്ല രീതിക്ക് പുള്ളിംഗ് ലെസ്സും ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇനി അഥവാ പുള്ളിംഗ് ലെസ് കിട്ടുന്നില്ലെങ്കിൽ പോലും കൂടുതൽ ഡീസൽ കത്തുന്നതിന്റെ കരിപ്പുക പുറത്തോട്ട് ചാടും. അതുകൊണ്ടാണ് 2000 RPM ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത്തരം ബ്ലാക്ക് സ്മോക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഹലോ ജി, 6 എയർ ബാഗ് ഉള്ള ബ്രസയാണ്. ബാക്ക് ക്യാമറ വയർ എങ്ങനെ കൊണ്ടുപോകും? അതൊരു പ്രോബ്ലം ആകുമോ? ഒന്ന് റിപ്ലൈ തരാമോ? 100%. ഞാനിതൊരു റിയർ ക്യാമറ ഫിറ്റ് ചെയ്യുന്ന, അതായത് ഒരു റിയർ ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തതിൽ വന്ന കമന്റ് ആണ്. അതിൽ ഈ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എയർ ബാഗ് ഉള്ള വാഹനത്തിന്റെ മേലിൽ കൂടെ നമുക്ക് എങ്ങനെ ഒരു വയർ കയറ്റി വിടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ കയറ്റി വിടരുത്. മേളിൽ എയർ ബാഗ് അല്ലെങ്കിൽ പില്ലേഴ്സിൽ എയർ ബാഗ് വരുന്ന മോഡൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ കൂടെ, അതായത് നമ്മുടെ A പില്ലറിന്റെ അവിടെ നിന്ന് താഴോട്ടുള്ള പോർഷനിൽ വഴി നമുക്ക് നേരെ ബാക്കിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. ആ രീതി, ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ രീതി എന്ന് പറയുമ്പോൾ മേളിൽ അല്ലെങ്കിൽ പില്ലേഴ്സിൽ എയർ ബാഗ് വരാത്ത മോഡൽസിനൊക്കെ മാത്രം നിങ്ങൾ ആ ഒരു രീതി സെലക്ട് ചെയ്യുക. അല്ലാത്തതൊക്കെ ഈ പറഞ്ഞ പോലെ എയർ ബാഗ് വരുന്ന മോഡൽസ് ആണെങ്കിൽ താഴെ കൂടെ മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കുക. മേളിൽ കൂടെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ബാഗിന്റെ എക്സ്പ്ലോഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നല്ല രീതിക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ല. എപ്പോഴും താഴെ കൂടെ കൊണ്ടുപോകുന്നതാണ് നല്ല. ഞാൻ പഴയ വീഡിയോസിൽ ഞാനത് ചെയ്യുന്നുണ്ട്. കുറച്ച് മെനക്കേട് കൂടുതലാണ്. ഇതാകുമ്പോഴത്തേക്കും വളരെ സിമ്പിൾ ആണ് മേളിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. എയർ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ, കൂളന്റ് മാറി, പക്ഷേ പൊല്യൂഷൻ പാസ് ആകുന്നില്ല. ഈ എയർ ഫിൽട്ടർ ഓയിലും ഫ്യൂൽ ഫിൽട്ടറും, എയർ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ, കൂളന്റും ഒക്കെ മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും പൊല്യൂഷൻ പാസ് ആവണമെന്നല്ല. ഇതിനകത്ത് ഇനിയും മാറേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്യൂൽ ഫിൽട്ടർ കിടപ്പുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടുപോയിട്ട് നിങ്ങൾ
പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യരുത്. കാരണം ഇതൊക്കെ കൃത്യമായിട്ട് സർവീസ് ചെയ്യാതെ പോകുന്ന വാഹനങ്ങൾക്കാണ് പൊതുവെ ഈ ഒരു പ്രശ്നം വരുന്നത്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറി ഒരു 50-60 കിലോമീറ്റർ ഈ വാഹനം ഓടണം. ഓടി നന്നായിട്ട് ചൂടായി സൈലൻസറും ഒക്കെ നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് കൊണ്ട് ചെല്ലണം. ഈ 25 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇന്നിപ്പോൾ ഒരു 5 കിലോമീറ്റർ ഓടി, അങ്ങനെ ഒരു 10 ദിവസം കൊണ്ട് 50 കിലോമീറ്റർ ഓടിയിട്ട് ചെന്നാൽ കിട്ടത്തില്ല. ഒറ്റ സ്ട്രെച്ചിൽ ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 60 കിലോമീറ്റർ ഓടി വെച്ചും നേരെ കൊണ്ടുപോയി പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് പൊല്യൂഷൻ കിട്ടും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നതിന്റെ കാര്യം. ബാറ്ററി ക്ലെയിം ചെയ്താൽ എത്ര ദിവസം കഴിഞ്ഞ് കിട്ടും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ഒരു വെൻഡേഴ്സിനും ഇല്ല, അതിൻ്റെതായ വെൻഡേഴ്സിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഹുണ്ടായുടെ വാഹനമാണ്, മാരുതിയുടെ വാഹനമാണ്, ടൊയോട്ടയുടെ വാഹനമാണ്, ഏത് വാഹനം യൂസ് ചെയ്താലും ഓരോ ബാറ്ററീസ് വരുന്നത് ചിലപ്പോൾ ആമറോൺ ആവും, എക്സൈഡ് ആകും, SF സോണിക് ആവും, ഇങ്ങനെ ഒരുപാട് ബാറ്ററി ബ്രാൻഡ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഏത് ബ്രാൻഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ബ്രാൻഡിന്റെ വെൻഡർക്ക് ഈ ബാറ്ററി അയച്ചു കൊടുത്ത് അവർ അവിടെ നിന്ന് തിരിച്ച് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്പെയർ ബാറ്ററി തരാൻ ഈ ഒരു ഷോറൂമിലുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അത് നിങ്ങൾ ചോദിച്ചാൽ മാത്രം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്പെയർ ബാറ്ററി വെച്ച് തരും. അതിനുശേഷം ഏകദേശം ഒരാഴ്ചയോളം താമസം എടുക്കുന്നതാണ് സാധാരണ ഈ പ്രോസസ്സ്. ചിലപ്പോൾ 2 ആഴ്ച വരെയൊക്കെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. വണ്ടിയുടെ അടിവശത്ത് തട്ടിയാൽ ഉള്ള കുഴപ്പം ഒന്ന് പറയാമോ? 100%. വണ്ടിയുടെ അടിയിൽ തട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഫ്യൂൽ ലൈൻസ് പോകുന്നത്, ബ്രേക്കിന്റെ ലൈൻസ് പോകുന്നത്, ചില വാഹനങ്ങളുടെ AC കൂളിംഗ് കോയിലിന്റെ ഇവാപ്പറേറ്റർ അസംബ്ലിയിലോട്ട്, അതായത് കൂളിംഗ് കോയിൽ ഞാൻ ഉദ്ദേശിച്ച കണ്ടൻസറിൽ നിന്നൊക്കെ ഔട്ട് വരുന്ന പൈപ്പ്, അതായത് കൂളിംഗ് കോയിലോട്ട് പോകുന്ന പൈപ്പൊക്കെ ചിലപ്പോൾ അടി കൂടെ പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്ന പൈപ്പ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനത്തിന്റെ അണ്ടർ ബോഡിയിൽ നല്ല രീതിക്ക് എന്തെങ്കിലും ഒരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ അത് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം. അവരോട് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിന് പൈസ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. ജസ്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് സർവീസ് ചെയ്യുന്ന സർവീസ് സെന്ററിൽ കൊണ്ട് കാണിച്ചിട്ട് അണ്ടർബോഡി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ പറയുന്നത് നല്ലതായിരിക്കും. അത് നമ്മൾ ചിലപ്പം ഈ പലരും പാനിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ വാഹനത്തിന്റെ അടിഭാഗം ഒന്ന് ഇടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് കുനിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വെള്ളം പോകുന്ന കാണാം. ഈ വെള്ളം പോകുന്ന കാണുമ്പോൾ അങ്ങ് ടെൻഷൻ, അയ്യോ എന്റെ വാഹനത്തിന് എന്തോ പറ്റി. ശരിക്കും നമ്മുടെ വാഹനത്തിന്റെ താഴെ AC വാട്ടർ പുറത്തോട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കിയ പകുതി പ്രശ്നം തീർന്നു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് കൂളന്റോ കാര്യങ്ങളൊക്കെ, കാരണം എഞ്ചിൻ കൂളന്റെ കളർ നമുക്ക് പലപ്പോഴും നല്ല ഫെമിലിയർ ആണ്. പച്ച കളർ അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. അല്ലെങ്കിൽ ഇപ്പം വരുന്ന പുതിയ മോഡലാണ് പർപ്പിൾ കളർ. അപ്പൊ ഇതൊക്കെ താഴോട്ട് വീഴാണെങ്കിൽ കളറുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചോണം. എഞ്ചിൻ ഓയിൽ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, വാഹനം സൈഡിലോട്ട് പാർക്ക് ചെയ്തേക്കാം. നിങ്ങൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കേണ്ട. വർക്ക്ഷോപ്പിൽ നിന്നും അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ നിന്ന് ആളെ വിളിച്ച് അവരോട് വന്ന് നോക്കി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ വാഹനം എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം പണി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തലോട്ട് പോവാം. ചേട്ടാ, കുറെ നേരം കയറ്റം പഠിക്കാൻ വേണ്ടി ഹാഫ് ക്ലച്ച് നോക്കി, ലാസ്റ്റ് കരിഞ്ഞ സ്മെല്ല്, നല്ല പുകയും വന്ന് വണ്ടിയുടെ മുന്നിൽ നിന്നും. പക്ഷെ പിന്നെ കൂളായതിനു ശേഷം കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ പുറത്തോട്ട് എടുത്തിട്ടില്ല. ബലേനോ ആണ് മോഡല്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? 100% പ്രോബ്ലംസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ വാഹനം ഓടിച്ചോണം. ഇതിപ്പോ എന്നാന്ന് പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് പഠിക്കുന്ന സമയത്ത് ക്ലച്ച് ഇങ്ങനെ കത്തി, അതായത് ഈ നമ്മളൊരു ഭാഗത്തോട്ട് ഇങ്ങനെ ഉരയ്ക്കത്തില്ല, ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് അവിടെ ഹീറ്റ് ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ക്ലച്ചും നമ്മുടെ ഫ്ലൈ വീലും തമ്മിൽ ഇങ്ങനെ ഒരസിയാണ് ഈ പുകയൊക്കെ വന്നത്. പേടിക്കേണ്ട കേസൊന്നുമില്ല. ഒന്ന് ഓടിച്ചു നോക്കുക. ഓടിക്കാൻ ഇട്ടേക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വാഹനം ഓടിക്കാൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും ആ ഒരു വാഹനത്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞ് ക്ലച്ച് മോശമാകുമ്പോഴത്തേക്ക് ക്ലച്ച് അങ്ങ് മാറി വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീരുന്നതായിരിക്കും. പേടിക്കേണ്ട കേസൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് വാഹനം ഓടിച്ച് പഠിക്കേണ്ടത്. കാരണം നമ്മൾ ഈ വാഹനം ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. ഇതുപോലെ വാഹനം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഓടിച്ച് പഠിക്കുക. ഇതിലൊന്നും പേടിക്കേണ്ട കേസൊന്നുമില്ല. ക്ലച്ച് മോശമായി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടുക, അല്ലെങ്കിൽ ക്ലച്ച് സ്ലിപ്പേജ് വല്ല ഉണ്ടാവുകയാണെങ്കിൽ ക്ലച്ച് അങ്ങ് മാറി വിട്ടേക്കുക. ദാറ്റ്സ് ഓൾ. നമ്മുടെ കേറ്റൻ കൂളന്റ് ലീക്ക് വന്നപ്പോൾ പാർട്സ് ഉണ്ടോ എന്ന് അറിയാൻ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ ആദ്യമായി പോയി. തെർമോസ്റ്റാറ്റ് ഹോസും ഒക്കെ തുരുമ്പ് ഉള്ളത് കൊണ്ട് വാൽവൊക്കെ മാറാമെന്ന് ചുമ്മാ ചോദിച്ചു. അതൊന്നും വേണ്ട, വാൽവൊക്കെ എടുത്ത് കളയാം എന്ന് മറുപടി കേട്ട് പകച്ചുപോയി. കുറെ വർഷം ടെക്നീഷ്യനായി വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ പിന്നെ അവിടെ നിന്നില്ല. സ്വന്തമായി പാർട്സ് വാങ്ങി വീട്ടിൽ ഇട്ട് മാറി. പിന്നെ ആ പുള്ളിയുടെ വർക്ക്ഷോപ്പിന്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റം പറയുന്നതല്ല, ഈ പുറത്ത് വർക്ക്ഷോപ്പിൽ നല്ല പണിക്കാരുണ്ട്. അത് ഞാനായിട്ട് തന്നെ ഞാനും സമ്മതിക്കും, നല്ല ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഒറ്റ ഒരു കൺസേണേ ഉള്ളൂ, അപ്ഡേഷൻസ് കിട്ടുന്നില്ല. അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ ടീമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇപ്പൊ പറഞ്ഞ ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പഴയ 800 ഞാൻ ഇന്നും
അത്രയും ഇതായിട്ട് ഞാൻ പറയുന്നതിന്റെ കാര്യം, എന്റെ പഴയ 800 96 മോഡൽ ഉണ്ടായിരുന്ന ഒരു 800 അന്നത്തെ കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 2000 കാലഘട്ടമായിരുന്നെന്ന് തോന്നുന്നു. ആ സമയത്ത് അതിന്റെ തെർമോസ്റ്റാറ്റിലെ വാൽവ് എടുത്ത് കളഞ്ഞതാണ്, തെർമോസ്റ്റാറ്റ് വാൽവ് എടുത്ത് കളഞ്ഞതാണ്. അപ്പൊ അന്ന് എനിക്ക് ഇതിന്റെ കാര്യം അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇതെന്തിനാ? ഓ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ എന്തിനാ, ചുമ്മാ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടും. ആണോ എന്ന് ചോദിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് എനിക്ക് ഇതിനോട് ഇഷ്ടമുണ്ടെന്നല്ലാതെ പണി അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇതൊരാൾ ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ഈ ഒരു വാൽവ് അവിടെ ഇല്ലെങ്കിൽ പണി കിട്ടും, നിങ്ങളുടെ വാഹനത്തിന്റെ മൈലേജ് കുറയും, നിങ്ങളുടെ വാഹനത്തിന്റെ പെർഫോമൻസ് പോകും. ഇതൊന്നും പണ്ടുള്ളവർ ചിന്തിക്കുന്ന പോലും ഇല്ല. കൂളന്റ് സർക്കുലേറ്റ് ചെയ്താൽ പോരെ, ഹീറ്റ് കളഞ്ഞാൽ പോരെ? പോരാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും എനിക്ക് ഈ വ്യക്തിയോട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കമന്റ് ഇട്ടയാളോട് സന്തോഷം തോന്നി. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയുന്നതിൽ സന്തോഷമുള്ളൂ. ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, തെർമോസ്റ്റാറ്റ് വാൽവ് എടുത്ത് കളയരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും എല്ലാവരും മനസ്സിലാക്കുക, പുറത്തെ വർക്ക്ഷോപ്പിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. സർവീസ് എത്ര, ഇപ്പം ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം, ഇപ്പം മാരുതി സർവീസ് ചെയ്യുന്ന ആൾക്കാർ മാരുതി തന്നെ ചെയ്യാനുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് അവർ നല്ല എക്സ്പേർട്ട് ആയിരിക്കും. ഹുണ്ടായി വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഹുണ്ടായി സർവീസ് സെന്ററിൽ ചെല്ലുകയാണെങ്കിൽ അത് മാത്രം അവർക്ക് അറിയത്തുള്ളൂ, കാരണം അവർ അതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. ഇതൊരു വലിയ സംഭവമാണ്. ഞാൻ മാരുതി നിന്നൊരു വ്യക്തിയാണ്, 10 വർഷം മാരുതി നിന്നൊരു വ്യക്തിയാണ്. എനിക്ക് മാരുതിയുടെ ഏതൊരു കാര്യം ചോദിച്ചാലും ഞാൻ പെട്ടെന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്ത് വന്നൊരു രീതി അതാണ്. അതുകൊണ്ടാണ്. ഏതായാലും നല്ല നല്ല സംശയങ്ങൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. പലരും വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. സംശയം ചോദിക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം, ഒരു ഞായറാഴ്ച മാത്രം എനിക്ക് വന്നൊരു കോളിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു 50 കോളോളം വന്നായിരുന്നു. ഇതിൽ ഞാൻ ഓരോരുത്തരോടും ചോദിച്ചു, ചേട്ടാ ഞാൻ ഇന്നിട്ട വീഡിയോ കണ്ടോ? ഇല്ല. അടുത്തൊരാളോട് ചോദിച്ചപ്പം എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ടോ? ഇതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ വീഡിയോയും കൂടെ ഒന്ന് കാണുക. അപ്പൊ ഞാൻ ഇനിയിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യം, എന്നെ വിളിച്ച് ആര് സംശയം ചോദിച്ചാൽ ആദ്യം ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടോ എന്നാണ്. ആ വീഡിയോ കുറിച്ച് കുറച്ച് ചോദ്യം കൂടെ ഞാൻ അങ്ങോട്ട് ചോദിക്കും. കാരണം നിങ്ങൾ കണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയണം. കാരണം ഞാൻ മെനക്കെട്ട് ഓരോ വീഡിയോസ് ഇടുന്നത് ശരിക്കും നിങ്ങൾ കാണാനും കൂടെ വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്നോട് സംശയം ചോദിച്ച് ഞാനൊരു ഉത്തരം മാത്രം പറയുന്നുണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ വീഡിയോസ് എല്ലാം ഇരുന്ന് കാണുക.